ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്രിസ്പി പ്രോൺസ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇല്ലെങ്കിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ക്രിസ്പി പ്രോൺസ് ഫ്രൈയുടെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ക്രിസ്പി പ്രോൺസ് ഫ്രൈ തയ്യാറാക്കാമെന്ന് നോക്കി വന്നാലോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ക്രിസ്പി പ്രോൺസ് ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കി വന്നാലോ. ഇതുപോലെ വലിയ ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. ചെമ്മീൻ ഇതേ രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തലയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ബാക്കിലത്തെ വേസ്റ്റൊക്കെ കളഞ്ഞ് വാല് മാത്രമാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് കൊടുത്ത് മിക്സ് ആക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുരുമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കുരുമുളകിൻ്റെ പൊടി കൂട്ടാവുന്നതാണ് കേട്ടോ. നമ്മളിതിലേക്ക് വേറെ എരിവിനായിട്ടുള്ള പൗഡറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഒരു മുട്ട വേണം. അതേപോലെ തന്നെ ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റസ്കിൻ്റെ പൗഡർ വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി മുട്ടേനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടേനെ ഒരു ഇച്ചിരി ഉപ്പിട്ടിട്ട് ഇതൊന്നും ബീറ്റ് ചെയ്തെടുക്കാം. ശേഷം അരമണിക്കൂറിന് ശേഷം നമുക്ക് ആദ്യം നമ്മൾ ഓരോ ചെമ്മീനായിട്ട് എടുത്തിട്ട് നമ്മൾ ആദ്യം മൈദയുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുട്ടയുടെ വെള്ളയിൽ മുക്കിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലും കൂടി മുക്കിയതിന് ശേഷം നമുക്കതൊന്ന് ഓരോന്നായിട്ട് മാറ്റി വെക്കാം. ഈ സമയത്ത് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോ ചെമ്മീൻ ഇതേ രീതിയിൽ നമ്മൾ എടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി ഇതേ രീതിയിൽ നമ്മൾ എടുത്തിട്ട് ഓരോന്നായിട്ട് നമ്മൾ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് വേണം നമ്മൾ മൈദയുടെ മിക്സിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മുട്ടയിൽ മുക്കിയെടുക്കാം. നമ്മൾ അതേപോലെ ഒരു ഇതിൽ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ എല്ലാ ചെമ്മീനും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഓയിൽ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ പീസ് ചെമ്മീൻ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതേ രീതിയിൽ നമ്മൾ ഓരോ ചെമ്മീനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാനിവിടെ 2 തവണയായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്രിസ്പി പ്രോൺസ് ഫ്രൈ ഇവിടെ പകുതി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഒരു ഹൈ ഫ്ലെയിമിൽ ആദ്യം വെക്കുക. എന്നിട്ട് നമ്മൾ നല്ലൊന്ന് ചൂടായതിനു ശേഷം നമുക്കൊന്ന് സ്റ്റവ് ഒന്ന് സിമ്മിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ്റെ ഉള്ളൊന്ന് വേവണം. അപ്പോൾ ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പുറം ഭാഗം മൊരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് നമ്മൾ ഉള്ളൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടൊന്ന് സ്റ്റവ് സിമ്മിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ക്രിസ്പി പ്രോൺസ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറക്കരുത്. അതേപോലെ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്പി പ്രോൺസ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ വീട്ടിലേക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് പറയണേ. അപ്പോൾ നമ്മുടെ ക്രിസ്പി പ്രോൺസ് ഫ്രൈ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അധികം സമയമൊന്നും വേണ്ട, ഒരു അരമണിക്കൂർ സമയം മതി. വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഇതാണ്. അപ്പോൾ നിങ്ങൾ ചെമ്മീനൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ക്രിസ്പി പ്രോൺസ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്.